അടുത്താണ് നല്ല ചൂട് ഉണ്ണിയപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അല്ല ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല പുതിയൊരു അട്ടാറിലാണ് മുണ്ടൊക്കെ കൊടുത്ത് ഇറങ്ങിക്കാണ്. അപ്പോഴേ മനസ്സിലായി കാണും നമ്മളൊരു ഭക്തി മാർഗത്തിലുമാണ്. കൂടാതെ മറ്റൊരു അടിപൊളി സ്ഥലത്തോട്ട് നമ്മളിന്ന് പോകുന്നുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? അപ്പൊ നമ്മളിപ്പോ എവിടെ നിൽക്കുന്നതെന്ന് പറയാം. നമ്മളിപ്പോ നിൽക്കുന്നത് കൊട്ടാരക്കര എന്നൊരു സ്ഥലത്താണ്. അപ്പൊ കുറച്ച് ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ വന്നതാണ്. അപ്പൊ അതിന്റെ ആദ്യ ഒരു പടിയായിട്ട് നമുക്കിപ്പം ഒരു ഭക്തിമാർഗം എന്നുള്ള രീതി ഇവിടെ ഫേമസ് ആയിട്ടുള്ള ശ്രീ മഹാഗണപതി ക്ഷേത്രമുണ്ട്. അപ്പൊ കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. അതെ, അപ്പം പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ്. അവിടുത്തെ കുറെ വിശേഷങ്ങളും അതൊക്കെയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അപ്പം നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മൊത്തം കാണണം. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ നമുക്ക് നേരെ അമ്പലത്തിലോട്ട്. അപ്പൊ ഇതിവിടെ ഒരു പാർക്ക് പോലത്തെ ഒരു സെറ്റപ്പാണ്. അതായത് വെറുതെ ഒരു ആനയുടെ ഇതൊക്കെ കൊടുത്ത് കുറെ ചെടികളൊക്കെ ആയിട്ട് ദേവസ്വം ബോർഡിന്റെ വക ഒരു എന്താ പറയാ ഒരു സ്റ്റാച്ചു ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ വരുന്ന വഴിക്ക് തന്നെ നമ്മൾ ഇതായിരിക്കും ഫസ്റ്റ് കാണുന്നത്. ഇതിന് ശേഷമായിരിക്കും നമ്മൾ അമ്പലത്തിലോട്ട് പോകുന്നത്. അമ്പലത്തിൽ പോകുന്നത് ഇവിടെയാണ് അമ്പലത്തിന്റെ എൻട്രൻസ്. അപ്പൊ നമ്മളിവിടെ അമ്പലത്തിന് അവിടെ എത്തിയിട്ടുണ്ട്. ഭയങ്കര ശക്തിയുള്ള ഒരു അമ്പലമാണ്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള അമ്പലമാണ്. നീ നേരത്തെ വന്നിട്ടുണ്ടോ? പിന്നെ അതറിയാത്ത ആരുമില്ലല്ലോ. ഞാൻ ഇതുവരെ വന്നിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ്. പക്ഷെ ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്, ഉണ്ണിയപ്പം. നല്ല പഞ്ചസാരയൊക്കെ പൊതിഞ്ഞ് നല്ല ഉണ്ണിയപ്പം കിട്ടുമോ നോക്കാം. അപ്പോൾ നമുക്ക് തൊഴിൽ തരാം. ഇവിടെ വലിയൊരു കുളമുണ്ട്, അടിപൊളി വലിയ വിസ്താരമായിട്ടുള്ളത് കാണാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ഇതെന്ന് ഇഷ്ടം പോലെ മീൻ. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ശ്രീകണ്ഠേശ്വരത്തും കേട്ടോ. തിരുവനന്തപുരം ശ്രീകണ്ഠേശ്വര അമ്പലത്തും ഇതുപോലൊരു കുളമുണ്ട്. അതിനകത്ത് നിറച്ച് മീനുകളാണ്. നമുക്ക് എണ്ണയാ തീരാൻ പറ്റാത്ത അത്രയും ഇങ്ങോട്ടും നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ അവിടെ കൂടുതലും എന്താ പറയുക നല്ല കളറുള്ള പല വെറൈറ്റിയിലുള്ള കോയി ഫിഷുകൾ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ കിടക്കുന്നു. ഇത് ഒരു നോർമൽ കറുത്ത ഒരു ടൈപ്പ് ഫിഷാണ് ഇതിൽ കാണുന്നത്. ഞാൻ പറഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലത്തോട്ട് പോവാണ്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ വഴി പോകുന്നത് ഇവിടെ ജസ്റ്റ് ഒന്ന് കയറി ഇതും കൂടെ ഒക്കെ ഒന്ന് എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. നമുക്ക് ഇതിന്റെ അകത്തോട്ട് എടുക്കാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ പുറത്തുള്ള കാര്യങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ കറുകയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അമ്പലത്തിനകത്തോട്ട് കയറാം. നല്ല ചൂട് ഉണ്ണിയപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അല്ല ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല പഞ്ചസാരയൊക്കെ കോട്ട് ചെയ്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം. ഒന്ന് കഴിച്ചു നോക്കി. കഴിച്ചിട്ടുണ്ടോ നേരത്തെ? ഇല്ല. എങ്ങനെയുണ്ട്? അടിപൊളി അല്ലേ? സാധാരണ കിട്ടുന്നതിൽ എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഇവിടുത്തെ അമ്പലത്തിലുണ്ട്. അതാണ് ഇതിന്റെ ഒരു ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതെ, സൈഡിൽ ഇങ്ങനെ കുറേ കടകളൊക്കെ ഉണ്ട് കേട്ടോ, സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ. ഇതിന്റെ ആ കടവ് വരെ എത്തും. പക്ഷെ ഇറങ്ങണ്ട, വഴുവഴുക്കൽ കാണും. ഇതാണ് നല്ല ഫുൾ വിശാലമായ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിന്റെ കുളം. ഇഷ്ടം പോലെ മീനുണ്ട്. എൻ്റെ അമ്മ എത്ര അടുത്തതേ നോക്ക്. കാണാമോന്ന് അറിയത്തില്ല എത്രത്തോളം. ഞാൻ ഒന്ന് സൂം ചെയ്യാൻ നോക്കാം. അത്ര അടുത്ത് നമുക്ക് കാണാൻ പറ്റും. അടുത്താണ് എൻ്റെ ദൈവമേ. എവിടെ നിന്ന് ഇറങ്ങരുത് കേട്ടോ. ഇപ്പൊ കണ്ടില്ലേ ലൈവായിട്ടൊരു ആക്സിഡന്റ് പോലെ. ഇറങ്ങരുത് ആരും. വേണ്ട, ഈ അയ്യപ്പന്മാരൊക്കെ ഇവിടെ വന്നിട്ട് ഈ മാലയൊക്കെ ഇട്ട മാലയൊക്കെ ഇവിടെ ഉപേക്ഷിക്കും. വിശാലമായിട്ടുള്ള ഓഡിറ്റോറിയം ഉണ്ട് ഇവിടെയാണ് നമ്മുടെ ഉണ്ണിയപ്പമൊക്കെ
അല്ല റെസിപ്റ്റ് ഒക്കെ എടുക്കുന്നത്. ഉണ്ണിയപ്പം നമുക്ക് അകത്ത് തന്നെയാണ് റെഡിയാക്കി തരുന്നത്. പക്ഷെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് പോകണം. പിന്നെ അകത്ത് കഴിഞ്ഞിട്ടാണ് നമ്മളത് വാങ്ങിക്കുന്നത്. അല്ലേ? അപ്പം നമ്മൾ അമ്പല ദർശനമൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ അടുത്ത പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സദാനന്ദപുരത്തോട്ടാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പം നമ്മളിത് ഇവിടുന്ന് ലെഫ്റ്റ് എടുത്തു. ഇനി ഒരു 3 മിനിറ്റ് കാണിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഫുൾ റബ്ബർ തോട്ടങ്ങളാണ്. അപ്പോൾ അതേ ഇവിടെ ഒരു അടിപൊളി കനാലും എന്താ പറയുക വെള്ളമൊക്കെ ഒഴുകുന്ന ഒരു സംഭവമുണ്ട്. ഇത് കല്ലട യാറിൻ്റെ എന്തോ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. നമ്മുടെ വണ്ടി ഇത് അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ പാലത്തിൽ കയറി അങ്ങോട്ട് പോകാം. അപ്പോൾ ഈ പാലത്തിൽ കയറി നമ്മൾ ഇതേ താഴോട്ട് നോക്കി. നല്ല നല്ല താഴ്ചയുണ്ട്. ഇത് കണ്ടോ, ഇതാണ് ഈ താഴ്ച. ഇതേ ഇവിടെയൊക്കെ നല്ല അടിപൊളി പച്ചപ്പാണ്. അടിപൊളി ഒരു ലൊക്കേഷനാണ് ഇത്. ഈ ഒരു പാലമുണ്ട്. ഈ പാലം കഴിഞ്ഞ് കുറച്ചുകൂടെ അങ്ങ് പോകുമ്പോഴാണ് നമ്മുടെ ആ ഒരു വെള്ളച്ചാട്ടമൊക്കെ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ പാലത്തിന് ഇവിടെ എത്തുമ്പോൾ തന്നെ ഈ സൈഡിലോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. അടിപൊളി. അത് 2 സൈഡിലും നല്ല താഴ്ചയുണ്ട്. എന്നാലും ഈ പാലത്തിൽ കൂടെ നടക്കാൻ ഒരു പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ. നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ ക്ലൈമറ്റും കൂടെ ആയതുകൊണ്ടാണ് കേട്ടോ. കാരണം മഴയും ഇല്ല വെയിലും ഇല്ല, ഒരു ഇരുണ്ട ഒരു ക്ലൈമറ്റ് ആണ്. ആ ഒരു സമയം പോലെ തന്നെ നമ്മൾ ഇന്നും നട്ടുച്ചയ്ക്കാണ്. നമുക്ക് 1:45. അതെ. പക്ഷേ ഇപ്പൊ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു കൂൾ ആൻഡ് കാം അറ്റ്മോസ്ഫിയർ ആണ്. പറയാറിയാമല്ലേ, ഭയങ്കര പ്രകൃതി ഭംഗിയുള്ള സ്ഥലം. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഓരോ സ്ഥലത്തിനും ഓരോ പ്രത്യേകതയുണ്ട്. അതുപോലെ ഒരു പ്രത്യേകത, ഒട്ടധികം പ്രത്യേകത ഉള്ള മറ്റൊരു സ്ഥലമാണ് നമ്മുടെ സദാനന്ദപുരം എന്ന് പറയുന്നത്. നമ്മൾ ഇതുവഴി പോയപ്പോൾ ഒരു ചെടിക്കട കണ്ടു. ഇത് കണ്ടിട്ട് നമുക്ക് നിർത്താതെ എടുക്കാതിരിക്കാൻ തോന്നിയില്ല. അത് ഈ ഒരു ചെടി നമുക്ക് ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നി. അപ്പം നമ്മൾ കുറച്ചൊന്ന് കയറി ചെടി വല്ലതും ഉണ്ടോ എന്ന് നോക്കിക്കോട്ടെ.